കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പോയി. അമിത്ഷാ ഒരു പ്രസ്താവന നടത്തി, 2026 കേരളത്തിൻ്റെ ഭരണം BJP പിടിക്കും. അപ്പോൾ അമിത്ഷായാണ് പറയുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ BJP നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ അത് കേരളത്തിൽ പലരും ഒരു പരിഹാസ്യമായാണ് കരുതുന്നത്. അതെങ്ങനെ പറ്റും? അതിനുള്ള പരുവപ്പെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ശരി, പകരം അദ്ദേഹം പറയുകയാണ് കേരളത്തിലൊരു രക്ഷയൊന്നുമില്ലെന്നേ, BJPക്ക് അധികാരത്തിലൊന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പ്രസംഗിച്ചിരുന്നെങ്കിലോ ഇവിടെ പലർക്കും സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവും ആഭ്യന്തരമന്ത്രിയും ഇങ്ങനെ തന്നെ വേണം മത്സരിക്കാൻ, പ്രസംഗിക്കാൻ. കാരണം കേരളമാകുന്ന കരിങ്കല്ലിൽ ഈ ചുറ്റിക കൊണ്ട് BJP, അതിനു മുമ്പ് ജനസംഘം, ഇതൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ അടി ഏൽക്കുന്നില്ല എന്നാണ് വിചാരം. തീർച്ചയായിട്ടും ഏൽക്കുന്നുണ്ട്. ബട്ട് ഏതെങ്കിലും ഒരു അടിയിലായിരിക്കും ഈ പാറ അങ്ങ് പിളരുക. അത് 100ാമത്തെ അടിക്കായിരിക്കാം, 200ാമത്തേനായിരിക്കാം, 250നായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. അടുത്ത അടിക്ക് ഇത് പൊട്ടും എന്ന് വിചാരിച്ച് വേണം ഓരോ അടിയും അടിക്കാൻ. അതാണ് അമിത്ഷാ അടുത്ത അടിക്ക് ഈ പാറ പൊട്ടും എന്ന് പറയാൻ കാര്യം. പൊട്ടുമോ പൊട്ടില്ല വേറൊരു കാര്യം. ബട്ട് മനുഷ്യൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ പാറ ഞാൻ പൊട്ടിക്കും എന്നാൽ ഈ പാറ പൊട്ടുന്ന കാര്യമൊന്നുമില്ല, ഏതായാലും 5 മണി വരെ അടിക്കണ്ടേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ടിങ് 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 പറഞ്ഞടിച്ചുകൊണ്ടിരുന്ന ആ പാറ ഒരിക്കലും പൊട്ടാൻ പറ്റില്ല. ഓരോ അടിയും ആത്മാർത്ഥമായിട്ട് സക്സസ് ആകും എന്ന് വിചാരിച്ച് തന്നെ അടിക്കണം. ചിലപ്പോൾ സക്സസ് ആയില്ല എന്ന് വരും, ചിലപ്പോൾ ചുറ്റിക കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് വരും, ചിലപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടൊരു വിള്ളലായിട്ട് അത് നിന്നുപോയി എന്ന് വരും, വീണ്ടും ഒരടി കൂടെ വേണ്ടി വരും. ഇതെല്ലാം സംഭവിക്കും. അപ്പോഴും ലക്ഷ്യം തെറ്റാതെ ഇത് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് പ്രവർത്തകരും ഒരു പാർട്ടിയും ചെയ്യേണ്ടത്. ആ ലക്ഷ്യത്തിലേക്കാണ് അമിത്ഷാ സംസാരിക്കുന്നത്. അത് TV-ക്കാർ ട്രോളുമെന്നോ അല്ലെങ്കിൽ 9 മണി ചർച്ചയിൽ ആരെങ്കിലും ബഹളം വയ്ക്കുമെന്നോ കരുതിയിട്ടൊന്നുമല്ല. അതൊന്നും അങ്ങർക്ക് വിഷയമല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാനത് നേടും. അത് നേടിയിട്ടുമുണ്ട്. ഈ ത്രിപുരയിലെ അട്ടിമറി എത്ര വലുതായിരുന്നു. ബട്ട് ത്രിപുരയിൽ അവർ ചെയ്തതെന്താ? 2 വർഷമായിട്ട് ഈ നമ്മുടെ വോട്ടർ പട്ടിക ഉണ്ടല്ലോ, വോട്ടർ പട്ടിക കീറിയിട്ട് ഒരു പേജ് 2 പേരെ ഏൽപ്പിക്കുകയാണ്. ആ പേജിലുള്ള വോട്ടർമാരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളെ ചിലപ്പോൾ ഇറക്കി വിടും, നിങ്ങളെ പട്ടിയെ കൊണ്ട് കടിപ്പിക്കും, നിങ്ങളെ ശപിക്കും. ബട്ട് പിന്നെയും ആ വീട്ടിൽ കയറിച്ചില്ല. ഇതേ CPM-കാരുടെ പോലത്തെ ഏർപ്പാടായിരുന്നു ത്രിപുരയിൽ. RSS-കാരനെ കണ്ടാൽ കൊല്ലണം. ഇതാണല്ലോ CPM-ൻ്റെ റൂൾ. അതാണ്. ഇവർ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരാണ്. അതുകൊണ്ട് അവരെ പൊതുരംഗത്ത് കാണരുത്. റോഡിലൂടെ അവർ നടക്കുകയാണെങ്കിൽ നമ്മൾ 12 അടി മാറി നടക്കണം. RSS-കാരൻ നടന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ എരുമച്ചാണകം തളിച്ച് അത് ശുദ്ധി ചെയ്യണം. ഇതൊക്കെ ഇവർ കൊണ്ടുവരുന്ന ഒരു നരേറ്റീവാണ്, ഇടതുപക്ഷം കൊണ്ടുവരുന്ന നരേറ്റീവ്. RSS-കാരെ TV ചർച്ചയിൽ പങ്കെടുപ്പിക്കരുത്, അവരുടെ വിഷ്വൽസ് കാണിക്കരുത്, എന്തെല്ലാം നിരോധനമാണ്. ക്യാൻസൽ കൾച്ചർ ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സ്ഥലത്താണ് അമിത്ഷാ ഈ ഏർപ്പാട് ചെയ്തത്. നിങ്ങൾ പിന്നെ വീടുകളിൽ കയറി ചില നേതാക്കന്മാർ പോട്ടേന്ന്, അവർക്ക് അവരുടെ വയറ്റിപ്പഴപ്പാണ്, അവർ പലതുമൊക്കെ പ്രസംഗിച്ചോളൂ. നിങ്ങൾ വീടുകളിൽ പോവുക. എന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെതൽപ്പുറ്റ് പോലെയാണ് CPM തകർന്നു പോയത്. ചെതൽപ്പുറ്റായിരുന്നു. അതിങ്ങനെ പുറത്തുനിന്ന് നോക്കി കഴിയുമ്പോൾ അയ്യോ വലിയ മലയാളം, ഒരു ബലവുമില്ല. അതിനെ ഒന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ പ്ലക്കോ എന്ന് പറഞ്ഞ് താഴ്ന്നു. ഇതുപോലെയാണ് കേരളത്തിലെ പാർട്ടി. അവരുടെ കയ്യിൽ കുറേ ഗുണ്ടകളുണ്ട്, അക്കാഡമിക് ഗുണ്ടകൾ. പണമുണ്ട്. പണം ഈ നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ പണം കുറേ അധികം. ഞാൻ അറിഞ്ഞത് 800 കോടി രൂപയോളം അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അതാണ് അവർ സഹകരണ ബാങ്കുകൾക്കും കൂടെ നോട്ട് മാറിക്കൊടുക്കാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി സമ്മതിച്ചില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഇത് ഈ സഹകരണ ബാങ്ക് എനിക്കറിയില്ലല്ലോ. കാരണം അവരുടെ നിയന്ത്രണം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പെടുന്നതല്ല ഇത്, നബാർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ആവില്ലല്ലോ. റിസർവ് ബാങ്ക് പറഞ്ഞു എനിക്കറിയില്ല, ഞങ്ങൾ ഷെഡ്യൂൾഡ് ഓതറൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്, അവർ വഴിക്ക് ഞങ്ങൾ നോട്ട് മാറിക്കൊടുക്കാൻ തയ്യാറാണ്
എല്ലാവർക്കും പഴയ നോട്ട് വാങ്ങി പുതിയ നോട്ട് കൊടുക്കുന്നു. ഇവർക്ക് കൊടുക്കാം. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് 2000 രൂപ ഒരാഴ്ച കിട്ടുന്നതാണ്, അത് മേടിച്ചോ. ഇത് ചെയ്യാൻ കാരണം, ഇത് വലിയ ബഹളം ഇവർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കള്ളപ്പണം ഈ സഹകരണ ബാങ്കുകളിൽ വെച്ചിരുന്നു. അത് അക്കൗണ്ടിലിട്ടും അക്കൗണ്ടിലിടാതെയും അറയിലും വീട്ടിലും ഒക്കെ പൂഴ്ത്തി വെച്ചിരുന്നു. ഈ കാശെല്ലാം പോയി. എസ്റ്റിമേറ്റഡ് 800 crores പോയി എന്ന് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അതാണ്. അത് കൂടുതലാകാം, കുറവാകാം, അല്ലെങ്കിൽ ഇല്ല എന്നും വരാം. ബട്ട് അവരുടെ ആക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ദേ ഹാവ് ലോസ്റ്റ് മണി. വല്ലാത്തൊരു പരിഭ്രമവും ഒക്കെ ഉണ്ടായിരുന്നു. വല്ലാത്ത പരിഭ്രമം. ഒരുപാട് പേര് പരിഭ്രമത്തിലായി. നമ്മുടെ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി കുഴപ്പത്തിലായത് ഈ നോട്ട് നിരോധനം കാരണമല്ലേ. അഡ്വക്കേറ്റ് ഉദയഭാനു കുഴപ്പത്തിലായില്ലേ, അത് നോട്ട് നിരോധനം കൊണ്ടാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ മൂലകാരണം നോട്ട് നിരോധനമാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയെ എത്രാമത്തെ അടിക്കാണ് ആ പാർട്ടി തകർന്നു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് നേരെ തിരിച്ചാണ്. കോൺഗ്രസ് ഈ ഓർഗനൈസ്ഡായിട്ട് ഒറ്റക്കല്ലായിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രയാസവും അതാണ്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ ഒറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണം കഷ്ണമായിട്ട് തെറിച്ചു പോയിരുന്നു. ബട്ട് കഷ്ണം കഷ്ണമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്നതിനെ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വലിയ മരം നമുക്ക് ഈ ബുൾഡോസറെ കൊണ്ടുവന്ന് ഇടിച്ച് മറിച്ചിടാം. ചൂരലുണ്ടല്ലോ, അതിനെ മറിച്ചിടാൻ പറ്റില്ല. ചൂരൽ ഇങ്ങനെ വളഞ്ഞു തരും, പിന്നെയും വളഞ്ഞു തരും, പിന്നെയും വളഞ്ഞു തരും. എന്ത് ചെയ്യും ചൂരലിനെ? നമ്മൾ വെയിറ്റ് മാറ്റി കഴിയുമ്പോൾ, അറ്റാക്ക് മാറ്റി കഴിയുമ്പോൾ ചൂരൽ പിന്നെ എണീറ്റ് നിൽക്കും. വൈതസവൃത്തി എന്ന് പറയും. ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വേരുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നു. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ BJP പറയാനുള്ള പ്രധാന കാരണം ഇതാണ്. സകല സ്ഥലത്തും കോൺഗ്രസ് ഒരു ഓപ്ഷനായിട്ട്, കോൺഗ്രസ്സിന് ഒരു സീറ്റേ കാണുകയുള്ളൂ. ബട്ട് നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ 45 സീറ്റുമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ഇങ്ങനെ വരാൻ കാര്യം എന്താ? ഒരു കോൺഗ്രസ് ബയാസ് ത്രൂ ഔട്ട് ഇന്ത്യ നിലനിൽക്കുന്നു. BJP അല്ലെങ്കിൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്, TDP അല്ലെങ്കിൽ കോൺഗ്രസ്, SDF അല്ലെങ്കിൽ കോൺഗ്രസ്. ഇങ്ങനെ ഈ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള സാധനം ഒരു ഓപ്ഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഈ നവംബർ 14 ശിശുദിനം, ശിശുവും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ എന്താ ബന്ധം? ബന്ധമൊന്നുമില്ല. പക്ഷേ ആ ചെറുപ്പം മുതലേ ആ കോൺഗ്രസ് ബയാസ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ AICC പ്രസിഡൻറ്റിൻ്റെ ജന്മദിനം നാട് മുഴുവൻ കുട്ടികൾ ആഘോഷിക്കേണ്ട കാര്യം എന്താ? വേറെ ഏതെങ്കിലും പാർട്ടിയുടെയാണെങ്കിൽ സമ്മതിക്കുക. ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനം നരേന്ദ്രമോദി എല്ലാ കുട്ടികളും ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ സ്ഥിതി ആലോചിച്ച് നോക്കി. എന്നെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, വെട്ടിക്കൊല്ലും. നെഹ്റു പ്രധാനമന്ത്രി കൂടിയായിരുന്നു. ആയിരുന്നു. സ്വയം ഭാരതരത്നം വാങ്ങിച്ച ആളല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ കോൺഗ്രസ് ബയാസ് ആളുകൾ നിർത്തിയിട്ടുണ്ട്. ആ ബയാസ് എടുത്ത് കളയുക എന്നുള്ള അർത്ഥത്തിലാണ് കോൺഗ്രസ് മുക്ത ഭാരതം. അല്ലാതെ കണ്ണി കണ്ട കോൺഗ്രസ്സുകാരനെ മുഴുവൻ വെട്ടിക്കൊല്ലാനോ അവരുടെ പാർട്ടി ഇല്ലാതെ ഒന്നുമല്ല. ഈ മനോഭാവം എടുത്തു കളയുക. ഇതാണ് ഈ രണ്ട് ഫൈറ്റും തമ്മിലുള്ള വ്യത്യാസം. CPM-നെ അധികം BJP ഭയപ്പെടാത്തതിൻ്റെ ഒരു കാരണം, കേന്ദ്ര BJP, കേരളത്തിലെ BJP CPM വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. കേന്ദ്രം ഒരു ടോട്ടൽ പിക്ചർ എടുത്ത് നോക്കുമ്പോൾ ഹൂ ഈസ് ഡേഞ്ചറസ്? കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവർ കോൺഗ്രസ് മുക്ത ഭാരതം. CPM ക്യാൻ ബി ഡെൽറ്റ് സെപ്പറേറ്റ്ലി. പിന്നീട് സമയമുണ്ട്. അപ്പോൾ വലിയ കാര്യമൊന്നുമല്ല. ഇതാണ് ഒന്ന്. CPM ചിലപ്പോൾ അതിൻ്റെ തന്നെ വെയിറ്റ് കൊണ്ട് തകർന്നു വരും, എക്സ്റ്റേണൽ അറ്റാക്ക് ഇല്ലാതെ. ലോകമാസകലം കമ്മ്യൂണിസം തകർന്നത് സ്വന്തം പുറത്തുനിന്നുള്ള ആക്രമണമല്ല, അകത്തുനിന്നുള്ള അവരുടെ തെമ്മാടിത്തരം കൊണ്ട് തകർന്നു പോയതാണ്. പിന്നെ അകത്ത് തെമ്മാടിത്തരം ഉണ്ടാക്കാനായിട്ട് കുറേ വിദേശ ശക്തികളൊക്കെ പെരുമാറിയിട്ടൊക്കെ ഉണ്ടാകും. ബട്ട് ബേസിക്കലി അതിൻ്റെ ഇന്നർ സ്ട്രക്ചർ ശരിയല്ലാത്തതുകൊണ്ടാണ് അത് കൊളാപ്സ് ചെയ്തത്. കേരളത്തിലും കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം കൊളാപ്സ് ആയി കഴിഞ്ഞു. ഒന്നും ഇപ്പോൾ ഇല്ല. വേറൊരു കോൺഗ്രസ് അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു കെട്ടുറപ്പുള്ള കോൺഗ്രസ് പാർട്ടി. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ എന്താ? ഏത് പരിപാടിയിലാണ് ഇവരൊക്കെ തമ്മിൽ വ്യത്യാസം? ഒരു പരിപാടിയിലും വ്യത്യാസമില്ല. പിന്നെ നമ്മളെ കാണിക്കാനായിട്ട് ഈ ബാരിക്കേഡും ജലപീരങ്കിയും. അതുകൊണ്ടാണ് ഈ PJ കുര്യൻ പറഞ്ഞില്ല, യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ
ജലപീരങ്കിക്ക് മുമ്പിൽ നിർത്തുന്ന ഏർപ്പാട് നിർത്തിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. പോയി പണി നോക്കുമെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഇവർക്കൊക്കെ നേരം വെളുത്ത ടി വിയിൽ വരണം, ഫോട്ടോ വരണം, ആ ബാരിക്കേഡ് ഇങ്ങനെ ഇളക്കുക, അവർ കുറേ വെള്ളം ചീറ്റുക, അത് കഴിഞ്ഞ് വീട്ടിൽ പോവുക. അതോടെ അന്നത്തെ ദിവസം സാർത്ഥകമായി. പിന്നെ പോയിട്ട് വേറെ പണിക്ക് പോകും. ഈ പരിപാടി കൊണ്ട് പ്രയോജനമില്ല എന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം ആക്രമിക്കുന്നുണ്ട് വഴിയെ പോകുന്നതിനൊക്കെ. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞതിനകത്ത് മെറിറ്റുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വിദ്യ കൊണ്ട് നിങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, യുവമോർച്ചയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഈ ജലപീരങ്കി സമരം ഉണ്ടല്ലോ, അത് അപഹാസ്യമായി മാറിക്കഴിഞ്ഞു. വേറെ എന്തെങ്കിലും സമരരീതി, എന്നാൽ ഏതാ സമരരീതി, ചേട്ടൻ അങ്ങോട്ട് സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് പ്രതിഭാധരന്മാരുണ്ടാവേണ്ടത്, പ്രതിഭാശാലികളുണ്ടാവേണ്ടത്. അല്ലാതെ കൺവെൻഷനിൽ നടന്നു വന്ന സമരം അതുപോലെ തുടരാൻ ആർക്കാ സാധിക്കാത്തത്? അതെല്ലാവരും കോപ്പി അടിക്കുന്നു. സമരം ചെയ്യുന്ന സകലരും നോക്കിയോ, യൂത്ത് കോൺഗ്രസ്, DYFI, യുവമോർച്ച എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു ബാരിക്കേഡ്, ഒരു ജലപീരങ്കി, അതിന് മുമ്പിലുള്ള നിപ്പ്, ഇതാണ് സമരം. അപ്പോൾ ഇതുകൊണ്ടൊന്നും സമൂഹത്തിലൊരു മാറ്റവും ഉണ്ടാവില്ല, രാഷ്ട്രീയ മാറ്റവും ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായിട്ട് തന്നെയുള്ള നടപടികൾ, കൗണ്ടർ മൂവും എല്ലാം ഉണ്ടാവണം. അല്ല, അതുണ്ടാവും, ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അമിത്ഷാ. പക്ഷെ അതിനുള്ള ഒരു കളം ഒരുങ്ങിയിട്ടുണ്ടോ കേരളത്തിൽ? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുക്കണം. കളം ഒരുങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചാണ് കളമൊരുക്കുന്നത്. കളമെല്ലാം ഒരുങ്ങി റെഡിയായി BJP ഏകദേശം ജയിക്കും എന്നുള്ള സ്ഥിതിയാകുമ്പോൾ അമിത്ഷാ വന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ നിന്ന് ക്രെഡിറ്റ് എടുക്കുന്നതാണ്. അങ്ങനെയല്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് പറഞ്ഞ് പ്രവർത്തകരെ തയ്യാറാക്കി നാട്ടുകാരുടെ തലയിൽ കയറ്റി അങ്ങനെ ചെയ്താലേ ഇത് മുന്നോട്ട് വരും. 2026 ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ പറയുമ്പോൾ ആളുകൾക്കൊരു റെസ്പോൺസിബിലിറ്റി വരികയാണ്. അതെ, കേരളത്തിലെ BJPക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണത്, വലിയൊരു ടാർഗറ്റാണത്. 2026 ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് സാധിക്കും. ത്രിപുരക്കാർ ബുദ്ധിമുട്ടി ചെയ്തതുപോലെ കേരളത്തിലെ BJPയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് BJPക്ക് അത് സാധിക്കും. ഇതിന് കോസ്മെറ്റിക്സിന് പോകാതിരുന്നാൽ മതി. ഡെയിലി TV-യിൽ എന്തെങ്കിലും വന്നേ പറ്റുള്ളൂ എന്നുള്ള മട്ടിലുള്ള അതും വേണം കേട്ടോ, അതില്ലാതെ പറ്റില്ല. മാധ്യമങ്ങളുടെ പിന്തുണയും കവറേജും ഒക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ ചത്തുപോകുമെന്നല്ല, ബട്ട് അതും ആവശ്യമാണ്. അപ്പം അത് ചെയ്തോട്ടെ, ബട്ട് ഗ്രൗണ്ട് ലെവലിൽ വേറെ വർക്ക് ചെയ്യണം. അല്ല, അതിനുള്ള സമയമുണ്ടോ? ഇപ്പോൾ 2025 പകുതിയായി. തീർച്ചയായിട്ടും സമയമുണ്ട്, ആളുണ്ട്. ഇപ്പോൾ അവർ പുതിയ ടീം ഉണ്ടാക്കി, പുതിയതോ അല്ലെങ്കിൽ പഴയതൊന്ന് റീഷഫിൾ ചെയ്തിട്ടോ ടീം ഉണ്ടാക്കിയിട്ട് മിടുക്കന്മാരായ ആൾക്കാരാണ്, നല്ല എനർജിയും ഒക്കെയുള്ള ആൾക്കാരാണ്. 2026 മെയ് ഒരുപാട് ദൂരെയല്ല. എന്നാൽ പോലും അവർക്കത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതിനുള്ള ആംബിയറൊക്കെ കേരളത്തിലെ BJPക്കാർക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.